എല്ലാവർക്കും നമസ്കാരം. ശ്രീമാത്സിലേക്ക് സ്വാഗതം. ഇവിടെ 2027 നടക്കാനിരിക്കുന്ന 2026 ലാസ്റ്റ് നവംബർ ഡിസംബർ മാസങ്ങളിൽ പ്രതീക്ഷിക്കാവുന്ന നോട്ടിഫിക്കേഷൻസ്, നവംബർ മാസത്തിലോ ഡിസംബർ മാസത്തിലോ ഈ വർഷം അവസാനം വരുന്ന ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇത് വളരെയേറെ പ്രയോജനപ്പെടും. നമുക്കതിനെപ്പറ്റി ഒന്ന് വിശദമായി നോക്കാം. 2027 ഇതിന്റെ ടെസ്റ്റുകൾ നടക്കുക. 2026 ഈ വർഷം ലാസ്റ്റിൽ നവംബർ മാസത്തിലോ ഡിസംബർ മാസത്തിലോ ഈ PSC നോട്ടിഫിക്കേഷൻസ് പ്രതീക്ഷിക്കാം. അതായത് 2026 നവംബർ ഡിസംബർ മാസത്തിൽ പ്രതീക്ഷിക്കാവുന്ന PSC നോട്ടിഫിക്കേഷൻസ് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ഡിഗ്രി ഏത് വിഷയത്തിലായാലും ഡിഗ്രി എടുത്തവർക്കുള്ള നോട്ടിഫിക്കേഷൻസ് ആണ് നോക്കുന്നത്. 2026 നവംബർ ഡിസംബർ മാസങ്ങളിൽ പ്രതീക്ഷിക്കാവുന്ന PSC നോട്ടിഫിക്കേഷൻസ്, അതായത് ഡിഗ്രി ലെവൽ എക്സാം ആണത്. ഡിഗ്രി ആണ് ഇതിലെ മിനിമം ക്വാളിഫിക്കേഷൻ. പഞ്ചായത്ത് സെക്രട്ടറി നോട്ടിഫിക്കേഷൻ്റെ ഒരു പ്രത്യേകത എന്താണ്? പഞ്ചായത്ത് സെക്രട്ടറി നോട്ടിഫിക്കേഷൻ ഫസ്റ്റിൽ കയറുമ്പോൾ തന്നെ ക്വാളിഫൈഡ് ആയിട്ട് ഏത് ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. നല്ലതുപോലെ പ്രിപ്പയർ ചെയ്താൽ മതി. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് പ്രിപ്പയർ ചെയ്താൽ മതി. ഇവിടെ തുടക്കത്തിൽ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ഒരു ഉന്നതമായിട്ടുള്ള പോസ്റ്റിലാണ് കയറാൻ സാധിക്കുക. അതായത് ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ. പഞ്ചായത്ത് സെക്രട്ടറി നോട്ടിഫിക്കേഷൻ അത്ര പ്രാധാന്യമുള്ളതാണ്. ജോലിയിൽ കയറുമ്പോൾ തന്നെ ഗസറ്റഡ് റാങ്കിലാണ് കയറുക. അതിൽ ഡിഗ്രി മതി. ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ. ഡിഗ്രിയാണ്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി എടുത്തിട്ടുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരാനിരിക്കുന്നത്. 2027 തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ടെസ്റ്റ് ഉണ്ടാകും. ഇനി അടുത്ത രണ്ടാമത്തെ കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റ്. എറണാകുളത്താണ് ഇതിൻ്റെ ഓഫീസ്. കേരള ഹൈക്കോടതി. ഇതിൽ ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ. 50% മാർക്ക് വേണം. ഡിഗ്രിക്ക് 50% മാർക്കുള്ള എല്ലാ ബിരുദധാരികൾക്കും ഈ ഹൈക്കോർട്ട് അസിസ്റ്റന്റിൽ കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൽ പ്രാധാന്യം ഇംഗ്ലീഷിനാണ് കൂടുതൽ പ്രാധാന്യം. ഒബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവും ഉണ്ടാവും ടെസ്റ്റ്. ഒബ്ജക്റ്റീവ് ടെസ്റ്റും ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റും ആണ്. രണ്ടും ഒരേ ദിവസം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒബ്ജക്റ്റീവ് ടെസ്റ്റിന്റെ കട്ട് ഓഫ് വെച്ചിട്ടാണ് മുന്നോട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുക. എറണാകുളത്ത് ഹൈക്കോടതിയിലാണ്. ഈ ടെസ്റ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മാസം കൊണ്ട് പോസ്റ്റിംഗ് ഉണ്ടാവും. 10 മാസം ടെസ്റ്റ് എഴുതി ഒരുപാട് കാലം കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. 10 മാസം കൊണ്ട് പോസ്റ്റിംഗ് ഉണ്ടാവും. ഈ എക്സാമുകളെല്ലാം 2027 നടക്കുക. അതായത് മൂന്നാമത്തേത് ഡയറി ഫാം ഇൻസ്ട്രക്ടർ. അതിന്റെ ക്വാളിഫിക്കേഷനിൽ ഒരു ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. +2 മാത്സോ ബയോളജിയോ കണക്കോ ബയോളജിയോ ഓപ്ഷണൽ വിഷയമായിട്ട് എടുത്തിരിക്കണം. ക്വാളിഫിക്കേഷൻ ഡിഗ്രി തന്നെയാണ്. ഡിഗ്രി ക്വാളിഫിക്കേഷനും +2 മാത്സോ ബയോളജിയോ ഓപ്ഷണലായിട്ട് എടുത്തിരിക്കണം. ഏതെങ്കിലും ഒരു ഡിഗ്രി മതി. ഇതിൽ ഓഫീസ് വർക്കും, ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യണം, ഫീൽഡിൽ പോയും വർക്ക് ചെയ്യണം. നല്ലൊരു രസകരമായിട്ടുള്ള നല്ലൊരു എൻഗേജ്ഡ് ആയിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. സിലബസ്, ഇതിന്റെ എല്ലാം സിലബസ് മനസ്സിലാക്കുക. സിലബസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് സ്റ്റഡി ഉണ്ടെങ്കിൽ ഡിഗ്രി ഉള്ള ഏതൊരാൾക്കും, നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്താൽ ഡിഗ്രി ഉള്ള ഏതൊരാൾക്കും അവരുടെ ലൈഫ് സക്സസ് ആക്കാൻ പറ്റും. നമ്മുടെ കേരളത്തിൽ തന്നെ നല്ല പോസ്റ്റുകളിൽ നല്ല ഹാർഡ് വർക്ക് ചെയ്യുക, നല്ലതുപോലെ വർക്ക് ചെയ്യുക. സിലബസ് ഏതാണ് നിങ്ങൾക്ക് ഈ 3 എണ്ണത്തിൽ ഡിഗ്രി ഉള്ളവർ ഇന്ന് മുതലേ പഠിച്ച് തുടങ്ങുക. സിസ്റ്റമാറ്റിക് ആയിട്ട് അതിന്റെ സിലബസ് മനസ്സിലാക്കുക. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി, സിലബസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് സ്റ്റഡി ഉണ്ടെങ്കിൽ ഈ ഓപ്പർച്യൂണിറ്റീസ് മിസ്സായാൽ പിന്നെ 3-4 വർഷത്തിന് ശേഷമായിരിക്കും ഇതുപോലെയുള്ള ചാൻസ് വരുന്നത്. അതുകൊണ്ട് ഓപ്പർച്യൂണിറ്റീസ് മിസ്സാക്കാതിരിക്കുക. അക്കാഡമിക് ക്വാളിഫിക്കേഷൻ കൊണ്ട് മാത്രം കാര്യമില്ല. കുറച്ച് നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈഫ് സക്സസ് ആക്കുക. ഒരു സർക്കാർ ജോലി എന്നുള്ള നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുക. ഹൈക്കോർട്ട് അസിസ്റ്റന്റ്, പിന്നെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ പോസ്റ്റിന്റെ പ്രത്യേകത എന്തോ, അത് കയറുമ്പോൾ തന്നെ ജോലി കയറുമ്പോൾ തന്നെ ഗസറ്റഡ് റാങ്കിലാണ് കയറുക. മറ്റുള്ളതൊക്കെ ആണെങ്കിൽ കുറച്ച് പ്രൊമോഷനൊക്കെ ആയി വേണം ഗസറ്റഡ് പോസ്റ്റിൽ വരാൻ. ഇത് പഞ്ചായത്ത് സെക്രട്ടറി അങ്ങനെയല്ല, ഗസറ്റഡ് പോസ്റ്റിലാണ്. ഏതെങ്കിലും
ഒരു ഡിഗ്രി മതി ക്വാളിഫിക്കേഷന്. ഫാം ഇൻസ്ട്രക്ടർ ആണെങ്കിൽ +2 ബയോളജിയോ മാത്സോ ഓപ്ഷണലായിട്ട് എടുത്തിരിക്കണം. ഏതെങ്കിലും ഒരു ഡിഗ്രി മതി. സിലബസ് ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുക. ഹൈക്കോർട്ട് അസിസ്റ്റന്റിനാണെങ്കിലും ഏതെങ്കിലും ഒരു ഡിഗ്രി 50% കുറയാത്ത ഡിഗ്രി വേണം. പിന്നെ കേരള ഹൈക്കോർട്ട്, അതായത് എറണാകുളത്താണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 10 മാസത്തിനുള്ളിൽ നിയമനം ഉണ്ടാകും. അതായത് ഈ ഓപ്പർച്യൂണിറ്റീസ് മിസ്സാക്കാതിരിക്കുക. ഇത് സിലബസ് ഫോക്കസ്ഡ് ആയിട്ട് ഇപ്പോൾ തന്നെ പഠനം തുടങ്ങുക. ഇതിന് വേണ്ട എല്ലാ ഡിഗ്രി പ്രിലിംസ്, ഡിഗ്രി മെയിൻസ്, ഇതിൻ്റെയൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് 3 മാർക്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ധാരാളം ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇനിയും ധാരാളം PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക. നിങ്ങളുടെ ഭാവി എന്താണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഡിഗ്രി ഉള്ളവർ അവരവരുടെ ഭാവി സുരക്ഷിതമാക്കുക. ഒരു നല്ല സർക്കാർ പദവിയിൽ കയറുന്നതിന് നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുക. ഉറച്ച തീരുമാനം. നിങ്ങൾക്ക് പഞ്ചായത്ത് സെക്രട്ടറി ആകണോ, അതോ ഡയറി ഫാം ഇൻസ്ട്രക്ടർ ആകണോ, അതോ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആകണോ? ഡിഗ്രി ഉള്ളവർ ഇത് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്താൽ ടൈം നിങ്ങളുടെ മുമ്പിലുണ്ട്. സിസ്റ്റമാറ്റിക് ആയിട്ട്, സിലബസ് ഫോക്കസ്ഡ് ആയിട്ട് സിസ്റ്റമാറ്റിക് സ്റ്റഡി, അതായത് നിങ്ങൾക്ക് ഒരു നല്ല പോസ്റ്റിൽ എത്തിച്ചേരാൻ കഴിയും. ദിവസം 3 മണിക്കൂറെങ്കിലും ഇതിനായിട്ട് ചെലവഴിക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ദിവസം മുടങ്ങാതെ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. ഇതിൽ ഷോർട്ട് കട്ട് മെത്തേഡ്സ് ഉണ്ട്. മാത്സിലെ ഫാസ്റ്റസ്റ്റ് മെത്തേഡ് ഓഫ് കാൽക്കുലേഷൻസ് ഉണ്ട്. ഇത് ശ്രീമാസിൽ കുറെ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ആവശ്യമുള്ള എല്ലാ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക. താങ്ക് യു.